ഹായ് ഫ്രണ്ട്സ്, കരിയർ അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ വേക്കൻസിയെ പറ്റിയാണ് പറയുന്നത്. ആദ്യമായിട്ട് തൊഴിലിനെ പറ്റി പറയാം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് ട്രെയിൻ ഓടിക്കുന്നതാണ് ലോക്കോ പൈലറ്റ്. അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. 10ാം ക്ലാസ്സും ITIയും കഴിഞ്ഞവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ കണ്ടുവരുന്നത് ബിടെക്കുള്ളവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൊണ്ട് ബിടെക്കുള്ളവരും അനേകം അപ്ലൈ ചെയ്യുന്നതായിട്ടും ജോലി നേടുന്നതായിട്ടും കാണുന്നുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ പ്രൊമോഷണൽ സാധ്യത എന്ന് പറയുന്നത് പിന്നെ ലോക്കോ പൈലറ്റായിട്ട് മാറും. സാധാരണ ഈ ഗുഡ്സ് ട്രെയിനിലൊക്കെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായിട്ട് തുടങ്ങി 8-10 വർഷം കഴിയുമ്പോഴത്തേക്കും ലോക്കോ പൈലറ്റായിട്ട് ഉയരുകയും പിന്നെ അവർ കൊച്ചു ട്രെയിനുകളിൽ അവർ ലോക്കോ പൈലറ്റായിട്ട് തുടങ്ങി വർഷങ്ങൾ കഴിയുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ചാണ് മെയിലിലും എക്സ്പ്രസ്സിലുമൊക്കെ അവരെ ലോക്കോ പൈലറ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷമാണ് പ്രസ്റ്റീജിയസായ ഈ രാജധാനി എക്സ്പ്രസ്സിലോ അല്ലെങ്കിൽ വന്ദേ ഭാരതിലോ ഒക്കെ പോകുന്നത്. അത് ജോലിയെപ്പറ്റി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഈ ജോലിയുടെ പ്രത്യേകത കാണുമ്പോൾ കണ്ടിന്യൂസായി ജോലി ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഏതാണ്ട് 6 തൊട്ട് 8 മണിക്കൂർ വരെയുള്ള ഷെഡ്യൂളിങ് മാത്രമേ ഈ ഡ്യൂട്ടിക്കുള്ളൂ. അതിനുശേഷം ഈ പൈലറ്റ്, അതായത് ഡ്രൈവ് ചെയ്യുന്ന ആൾ, മാറുന്ന ഒരു സിസ്റ്റമുണ്ട്. ഇപ്പോഴെല്ലാം റെയിൽവേ വളരെയധികം മോഡേണൈസ് ചെയ്ത് പോയിരിക്കുന്നു. ഏതാണ്ട് എല്ലാം സിഗ്നൽ സിസ്റ്റത്തിലേക്കാണ്. അതുകൊണ്ട് മാനുവൽ ലേബർ വളരെ കുറവാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താൽ മാത്രം മതി. അതിന് വേണ്ട ട്രെയിനിങ് റെയിൽവേ കാലാകാലങ്ങളിൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് ITI ചെയ്തിട്ടുള്ള കുട്ടികളെ ഇത് അറിയിക്കുക. ഒരു പക്ഷേ എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് അവരുദ്ദേശിച്ച നിലയിൽ എത്തുവാൻ കഴിയാത്ത അവസ്ഥ വരികയോ നല്ല ജോലി അവർ പറയുന്നതായ വളരെ ഉയർന്ന ഉന്നത ശ്രേണിയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരികയോ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിലും ഇവർക്ക് പ്രവേശിക്കാം. അതിനേക്കാളൊക്കെ ഞാൻ കാണുന്ന ഒരു കാര്യം, എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഈ ജോലിക്ക് കയറി കഴിഞ്ഞാൽ റെയിൽവേയുടെ തന്നെ ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അവർക്ക് ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കോട്ടയിൽ ടെസ്റ്റ് എഴുതി അവിടേക്ക് പ്രവേശിക്കാവുന്നതുമാണ്. അതുകൊണ്ട് നല്ലൊരു മേഖലയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആകെ വേക്കൻസി 9970 വേക്കൻസി ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സോണുകളിലായിട്ടുണ്ട്. മെയ് മാസം 11-ാം തീയതി വരെയാണ് അപേക്ഷിക്കേണ്ടത്. അതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. സാധാരണ ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കുവാനുള്ള പ്രായം 18 വയസ്സിനും 30 വയസ്സിനും മധ്യയാണ്. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. റെയിൽവേയുടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അപേക്ഷാ ഫീസ് 500 രൂപ എടുക്കുന്നുണ്ട് എങ്കിലും എക്സാമിനേഷൻ എഴുതി കഴിയുന്ന കുട്ടികൾക്ക് 400 രൂപ തിരികെ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇന്ത്യൻ റെയിൽവേ എപ്പോഴും ജനങ്ങളെ കരുതുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഞാനതിനെ കാണുന്നുണ്ട്. ഏജിലും എക്സാമിനേഷനും ഫീസിലും ഒക്കെ ചില വിഭാഗങ്ങൾക്ക്, സാധാരണ ഗവൺമെൻറ് സർവീസിലുള്ള വിഭാഗങ്ങൾക്ക് ഇളവ് നൽകുന്നതായും കണ്ടുവരുന്നു. ഇതിന് അപേക്ഷിക്കേണ്ടതും ഓൺലൈൻ മുഖേനയാണ്. സാധാരണ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏത് വേക്കൻസി വന്നു കഴിഞ്ഞാലും ഒരു പരിധിവരെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ്റെ മെത്തേഡ് ഒരേപോലെ ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതിനു മുമ്പുള്ള റെയിൽവേയുടെ വേക്കൻസിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുതന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതായിരിക്കും ഓൺലൈൻ അപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള മെത്തേഡ്. രണ്ടാമത് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം 2 ടയർ എക്സാമിനേഷൻ ഉണ്ട്. രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നടക്കുന്നത്. സാധാരണ വരുന്നത് പോലെ ഇതിനകത്ത് പ്രത്യേകത ഇംഗ്ലീഷ് ഇല്ല. നിങ്ങൾക്കുള്ളത് മാത്തമാറ്റിക്സ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, റീസണിങ്ങുണ്ട്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് 10ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത എന്നുള്ളത് കൊണ്ട് 10ാം ക്ലാസ് വരെ പഠിച്ച ഭാഗങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓരോ മേഖലയെപ്പറ്റിയും വിശദമായൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിരുന്നത്. കണ്ടിട്ടില്ലാത്തവർ അതിൽ വീണ്ടും പോയി ഒന്ന് കാണുക. സാധാരണ നിലയിൽ റെയിൽവേയുടെ എക്സാമിനേഷനൊക്കെ ഈ 2 ടയർ എക്സാമിനേഷനാണ്. മിനിമം ക്വാളിഫിക്കേഷൻ ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒന്നാമത്തേത് നടക്കുന്നത് വെറും ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. 60 മിനിറ്റ് മാത്രമുള്ളതും 75 ക്വസ്റ്റ്യൻ ഉള്ളതുമായൊരു ചോദ്യമായിരിക്കും ഇത് വരുന്നത്. അതിൽ നിന്നും അവരുടെ വേക്കൻസി അനുസരിച്ചുള്ള ആൾക്കാരെയാണ് ഒരു 10 ടൈംസിലൊക്കെ എപ്പോഴും വിളിക്കാറുണ്ട്. റെയിൽവേ റിക്രൂട്ട്മെന്റിന് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം,
നിങ്ങൾക്കൊരു പ്രത്യേക സോണിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. സോൺ തിരിച്ചുള്ള വേക്കൻസി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സോണിലേക്കാണ് വേക്കൻസി അനുസരിച്ച് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷെ ചിലർക്കൊക്കെ ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് കേരളം വിട്ടുപോകാനുള്ള താല്പര്യം കാണില്ല. ഡൽഹിയിൽ ജോലി ചെയ്യുന്നവർക്ക് മാതാപിതാക്കൾ ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിൽ തന്നെ വേണമെന്ന് നിർബന്ധം കാണും. അതുപോലെയാണ് നിങ്ങളുടെ സ്ഥലങ്ങളുടെയൊക്കെ പ്രത്യേകത. പക്ഷേ വേക്കൻസി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഹമ്മദാബാദിൽ നല്ല വേക്കൻസി ഉള്ളതായിട്ട് കാണാം, ചില പ്രദേശങ്ങളിൽ കൂടുതൽ വേക്കൻസി ഉള്ളതായിട്ട് കാണാം. ഇൻസിഡൻ്റ്ലി കേരളത്തിൽ വേക്കൻസി കുറവാണ്. ഒരു പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പ്രദേശത്തെ വേക്കൻസിയുടെ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. ഒരു സോണിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നിലധികം സോണിൽ നിങ്ങൾ അപേക്ഷിച്ചാൽ നിങ്ങളുടെ എലിജിബിലിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ സോണ് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം ആ സോണിലേക്ക് മാത്രം നിങ്ങൾ അപേക്ഷിക്കുക. പിന്നീടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും, ഒരു സോണിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ളത്. സാധാരണ നിലയിൽ ആദ്യത്തെ 5 വർഷം ട്രാൻസ്ഫർ പരിഗണിക്കുന്നതല്ല. 5 മുതൽ 10 വർഷം വരെ ഒരു സോണിൽ സീനിയോറിറ്റി ഉള്ളവർക്ക് തീർച്ചയായിട്ടും റെയിൽവേ ട്രാൻസ്ഫർ പരിഗണിക്കുന്നതാണ്. അതിനോടൊപ്പം മ്യൂച്വൽ ട്രാൻസ്ഫർ എപ്പോഴും റെയിൽവേ പരിഗണിക്കുന്നുണ്ട്. അതായത് മുംബൈയിലുള്ള ഒരാൾക്ക് കേരളത്തിൽ വരണമെന്നും അതേ സമയത്ത് കേരളത്തിൽ ഇതേ തസ്തികയുള്ളവർക്ക് മുംബൈയിൽ പോകണമെന്നും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനെ മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയും. ഈ മ്യൂച്വൽ ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ലെവൽ 2 സ്കെയിലാണ്. തുടക്കത്തിൽ സ്കെയിലിൻ്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 40,000 രൂപയോളമാണ് വരേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ തുടക്കക്കാരന് റെയിൽവേ കുറഞ്ഞത് ഒരു 60,000 രൂപയെങ്കിലും കൊടുക്കും. കാരണം ഈ ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ട്രെയിൻ മാനേജർ എന്നൊക്കെ തസ്തികയിലുള്ളവർക്ക് അലവൻസസുകൾ വളരെ കൂടുതലാണ്. കൃത്യമായി പറഞ്ഞാൽ അവർക്ക് അവരുടെ പേയോടൊപ്പം ഏതാണ്ട് 36 വിവിധ അലവൻസുകളുണ്ട്. സമയം കൂടുതൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, ചില ട്രെയിനുകളിൽ നിങ്ങൾ പോകുമ്പോൾ, ചില മേഖലയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, അങ്ങനെ അനവധി അട്രാക്റ്റീവായ അലവൻസുകളുണ്ട്. ഈ അലവൻസ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഒരു തുടക്കക്കാരൻ്റെ ശമ്പളം 60,000 രൂപയായിരിക്കും. അതിന് മുകളിലോട്ടാണ് എപ്പോഴും ശമ്പളം വരുന്നത്. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നതനുസരിച്ചും, റെയിൽവേ എപ്പോഴും നിങ്ങൾക്കറിയാം എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് നാഷണൽ ഹോളിഡേയ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ തുക കിട്ടുന്നു. അങ്ങനെ ശമ്പളം കൂടുതൽ വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ജോലിയുടെ പ്രത്യേകത കൊണ്ടുകൂടിയാണ്. അപ്പോൾ നമ്മുടെ അറിവിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ITI ചെയ്തിട്ടുള്ളവരും പോളിടെക്നിക് കഴിഞ്ഞിട്ടുള്ളവരും ഒക്കെയായ അനേകം കുഞ്ഞുങ്ങളുണ്ടാകും. അവരിൽ എത്തിക്കുന്നതാണ് നമ്മളുടെ ധർമ്മം. ഞാൻ ഈ വീഡിയോ തുടങ്ങിയതിന് ശേഷം പലപ്പോഴും കണ്ടുവരുന്നത്, എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് എൻ്റെ കോൺടാക്ട് ലിസ്റ്റ് ഉള്ളവർക്ക് ഞാൻ മുമ്പ് ഇത് ഫോർവേഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളും മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. സത്യത്തിൽ കണ്ടുവരുന്നത്, ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് അയക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും എപ്പോഴും നല്ലൊരു മോട്ടിവേഷൻ തന്നെയാണ്. ഒപ്പം എനിക്ക് പറയുവാനുള്ളത്, യൂട്യൂബിൻ്റെ ഒരു സിസ്റ്റം ഉള്ളത്, കൂടുതൽ ലൈക്ക് കിട്ടുന്നതും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോകളെ അവർ പ്രയോറിറ്റി വീഡിയോ ആയി മാറ്റുകയും, അങ്ങനെ പ്രയോറിറ്റി വീഡിയോ ആയി കഴിയുമ്പോൾ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥികൾ, നമ്മുടെ അപരിചിതരായ ആൾക്കാരിലേക്കും ഓട്ടോമാറ്റിക്കലി ഇത് കൊണ്ടുവത്തിക്കുന്ന ഒരു മെത്തേഡ് കൂടി യൂട്യൂബിനുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, വ്യക്തിപരമായ മെസ്സേജുകൾ അയക്കുന്നവർ തുടരട്ടെ, പക്ഷെ ഒപ്പം നിങ്ങളുടെ ലൈക്ക് കൂടി ഇതിനകത്ത് കൊടുക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പലപ്പോഴും നിങ്ങളിൽ എത്രയും വേഗം എത്തേണ്ടതുണ്ട്. നമ്മളുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ന്യൂസുകൾ കാണുന്നവർ വളരെ കുറവായി വരുന്നതുകൊണ്ട് മാതാപിതാക്കളും ഈ കേൾക്കുന്നവർ ഇതൊരു ദൗത്യമായി ഏറ്റെടുത്ത് എങ്ങനെയെങ്കിലും 1-2 കുട്ടികളിലെങ്കിലും നമുക്ക് വ്യക്തിപരമായി എത്തിക്കാൻ കഴിയുമെങ്കിൽ ഒരു തുടക്കക്കാരനെന്നതിൽ നല്ലൊരു ജോലി നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്, നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മളുടെ ചെറുപ്പം മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്നതുമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുവരുന്നു. ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ പങ്കെടുക്കുകയോ തയ്യാറെടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ മാറാതെ പരീക്ഷയിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള എലിജിബിൾ കുട്ടികളിലേക്ക് ഇത് നിർബന്ധമായും എത്തിച്ചു കൊടുക്കുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. ബൈ ബൈ.